അവസ്ഥ വന്നു. അപ്പോൾ അവർ പുറത്തിട്ട ഒരു ബോംബായിരുന്നു യഥാർത്ഥത്തിൽ ജിന്ന് വിവാദം എന്നത്. നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്നത് 2002 മുതൽ അവർ പറഞ്ഞിട്ട് ക്ലച്ച് പിടിക്കാതെ പോയൊരു വാദമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മടവൂർ വിഭാഗം എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. സാൽവേഷൻ എല്ലാവരും ഒഴുകാണ് കോഴിക്കോട്ടേക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇനി ഇതിനെ തളച്ചിടാൻ ഒരു മാർഗമേ ഉള്ളൂ. അങ്ങനെയാണ് ചില പ്രഭാഷകന്മാർ വളരെ കാലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിലെ സീഡികൾ കൊണ്ടുവന്ന് അത് കട്ടുമുറിച്ച് ക്ലിപ്പാക്കി അതിൽ നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് ഇതാ AP വിഭാഗം മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന പ്രചാരണം ഉണ്ടായത്. ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയും അദ്ദേഹം ഒരു CD പ്രസംഗിച്ച് റെക്കോർഡ് ചെയ്യുകയും അത് കേരളം മുഴുവൻ LCD ഇട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടായി. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ പ്രശ്നത്തെ ചർച്ച ചെയ്ത് ബഹുമാന്യനായ KM മൗലവി, അമാനി മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ഉമർ മൗലവി എന്നിവരൊക്കെ ഈ വിഷയങ്ങളിൽ പ്രമാണബദ്ധമായി പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനു പകരം അവരുടെ മാർഗത്തിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ വഴിതിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അതായത് ഈ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആ തർക്കകരമായ വിഷയങ്ങളിൽ എന്താണ് KM മൗലവി പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതി വെച്ചിട്ടുള്ളത്, എന്താണ് ഉമർ മൗലവി സൽസബീലിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പരിഗണിച്ചുകൊണ്ട്, അത് അവര് പറഞ്ഞത് അങ്ങനെ അങ്ങ് അന്ധമായി വിഴുങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉണ്ടായിരുന്നു. ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അത് ജനങ്ങളോട് പറയുകയും അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിക്കുകയുമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ നേതൃത്വം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം. എന്നാൽ ഇതിന് പകരം എന്താണ് ചെയ്തത് എന്നറിയോ? ആ KM മൗലവിയുടെ മദ്ഹ് പറയും, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ മഹത്വം പറയും, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മഹത്വം പറയും, അതുപോലെ തന്നെ ഉമർ മൗലവിയുടെ മഹത്വം പറയും. പക്ഷേ അവർ ഈ വിഷയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ഇവർ തയ്യാറായില്ല എന്നതാണ്. പൂർണ്ണമായി പറയാൻ തയ്യാറായില്ല. പലതും മറച്ചു വെച്ചുകൊണ്ട് പറയാനാണ് അവർ ശ്രമം നടത്തിയത്. ഞാനതിന് തെളിവ് പറയുന്നത്, ഇത്തരം ഒരു വിഷയം വരുമ്പോൾ അതിനെ കൃത്യമായി അതിനെ പഠിച്ച് പണ്ഡിതന്മാർക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതിലുള്ള കൃത്യമായ നിലപാട് പറയുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം എന്ത് ചെയ്തുവെന്നോ, KJU ആ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുകയും അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നങ്ങൾ വഷളാകുന്നതിന്റെ മുഖ്യമായ കാരണമായി ഇതിനെ വിലയിരുത്തുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇത് പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിലുണ്ടാകും, KJU അങ്ങനെ നോക്കി നിന്നിട്ടില്ലല്ലോ, ഒരുപാട് യോഗങ്ങൾ KJU നടത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ മിനിറ്റ്സ് ബുക്ക് നോക്കിയാൽ ഒരുപാട് യോഗങ്ങളും ഉപസമിതികളും ദൗറകളും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. ശരിയാണ്, യോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നതൊരു ശരിയാണ്, ദൗറകൾ നടന്നിട്ടുണ്ടെന്നതൊരു ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇത് വസ്തുനിഷ്ഠമായി മുഖവിലക്കെടുത്തുകൊണ്ട് അന്നുണ്ടായിരുന്ന വിവാദത്തിൽ കൃത്യമായി കാര്യം പറയുക എന്നിടത്തേക്ക് ആ ചർച്ചകൾ എത്തിയിട്ടില്ല എന്നതാണ് അതിനെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു സുപ്രധാനമായ കാര്യം. ഞാനത് പറയുന്നത്, അന്ന് കാര്യമായി ഉണ്ടായ വിവാദം എന്താ? ശൈത്താൻ വസ്വാസ് മാത്രമാണോ ഉണ്ടാക്കുക, അതോ അത് മനുഷ്യ ശരീരത്തിൽ ബാധിക്കുമോ? അങ്ങനെ ബാധിച്ചാൽ അതിന് ഇസ്ലാമിൽ പ്രതിവിധിയുണ്ടോ? അത് ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വന്ന പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയിലെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞ റുഖിയ ശർഇയ്യ എന്നത് നാം ഉൾക്കൊള്ളുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? അതല്ല, ശൈത്താൻ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, അത് ബാധിക്കുകയില്ല, അത് രോഗമുണ്ടാക്കാൻ അതിന് കഴിയുകയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ഒരു റുഖിയ ശർഇയ്യയും ഇല്ല എന്നതാണോ നമ്മുടെ നിലപാട്? ഇതായിരുന്നു ആളുകൾക്ക് കിട്ടേണ്ട മറുപടി. ഇത് കൊടുക്കുന്നതിന് പകരം എന്താ ചെയ്തത്? അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ചില ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ എടുത്തൊരു പുസ്തകമാക്കി റീപ്രിന്റ് ചെയ്ത് പുറത്തിറക്കി. അതാണ് ചെയ്തത്. ഈ വിഷയങ്ങളിൽ അമാനി മൗലവി തന്നെ പറഞ്ഞ മറ്റു ഭാഗങ്ങളുണ്ട്, KM മൗലവി പറഞ്ഞ ഫത്വകളുണ്ട്, അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിനെയൊന്നും അവഗണിച്ചുകൊണ്ട്
ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ, ഒഴിഞ്ഞുമാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഇത് കൃത്യമായി ഇരുന്ന് പണ്ഡിതന്മാരിരുന്ന് ശരിയായ രൂപത്തിൽ ചർച്ച ചെയ്ത് ഇന്നതാണ് നമ്മുടെ തീരുമാനം എന്ന് പറയായിരുന്നു വേണ്ടിയിരുന്നത്. അത് പറഞ്ഞില്ല ആ കാലഘട്ടത്തിൽ, അത് നീട്ടിക്കൊണ്ടുപോയി. സ്വാഭാവികമായും മടവൂർ വിഭാഗം ഇത് ഏറ്റുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു ഫീൽഡിൽ. ഈ വിഷയത്തിൽ അവഗാഹമുള്ള ആളുകൾ അതിന് മറുപടിയുമായി രംഗത്തിറങ്ങി. അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നീട് 2011 ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് സുല്ലമിയുടെ നേതൃത്വത്തിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ 10 പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ചർച്ച നടന്നത്. സന്തോഷകരമെന്ന് പറയട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഏകദേശം കൃത്യമായ ഒരു ധാരണ തന്നെ രാവിലെ മുതൽ വൈകുന്നേരമായപ്പോഴേക്കും ആ 10 പണ്ഡിതന്മാർ ഇരുന്നപ്പോൾ തീരുമാനമാവുകയും ചെയ്തു. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം. എത്രയോ യോഗങ്ങൾ KJU-ൽ നടന്നിട്ടും അവിടങ്ങളിലൊന്നും ഇങ്ങനെയുള്ള വ്യക്തതയുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട് വന്നില്ല? അതാണ് KJU-വിന്റെ ആ സമയത്ത് ചെയ്ത യോഗങ്ങളിൽ ഇത് തീരുമാനമാകാതിരിക്കുന്ന ഒരു മുൻവിധിയോടുകൂടിയാണ് ഈ കാര്യങ്ങളെ സമീപിച്ചത്. സ്വാഭാവികമായും രംഗം വഷളാകാൻ അത് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഇക്കാരണങ്ങൾ പല കാഴ്ചപ്പാടുകൾ ആളുകളിൽ രൂപപ്പെട്ടു വന്നു. അതിലൊരു കാഴ്ചപ്പാട് എന്താ? മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രബോധകന്മാരും പറഞ്ഞു, വിഷയം പഠിച്ച ആളുകളൊക്കെ പറഞ്ഞു, എന്ത് ഈ വിഷയത്തിൽ നമ്മുടെ KM മൗലവിയെ പറഞ്ഞ നിലപാടാണ് നമ്മളെ പ്രധാനപ്പെട്ട നിലപാട്. നമുക്കിതിൽ പുതിയതായിട്ടൊന്നും പറയാനില്ല. ശൈത്താൻ ബാധിക്കും, അത് രോഗം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്, അതിന് ഇസ്ലാമിൽ ചികിത്സയുണ്ട്, അത് റുഖിയ ശറഈയയാണ്. നമ്മൾ ഇതുവരെ വിമർശിച്ചിരിക്കുന്നത് റുഖിയ ശിർക്കിയയാണ്, ശിർക്കുള്ള മന്ത്രങ്ങളെയാണ്, ശിർക്കുള്ള ചികിത്സകളെയാണ്. അതിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. അത് തങ്ങന്മാരെടുക്കലും ജ്യോത്സ്യന്മാരെടുക്കലും പോകാൻ പാടില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിൽ ഉള്ളത് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ അന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു നിലപാടാണ് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ആളുകളും പ്രബോധകന്മാരും കൈക്കൊണ്ടത്. എന്നാൽ മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായി. അതാരാ? ഇതിനെ നിഷേധിക്കുന്ന ആളുകളും ഉണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇരുവേറ്റിയെ പോലെ, KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ പോലെ, നിഅമത്തുള്ള ഫാറൂഖിയെ പോലെയുള്ള ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് പല കാര്യങ്ങളെയും അവർ നിഷേധിക്കുകയും അതിനെയൊക്കെ കൊച്ചാക്കി പരിഹസിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന മറ്റൊരു ധാരയും യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായി. ഇതാണ് രണ്ടാമതുണ്ടായ ഒരു രൂപം. പിന്നെ മൂന്നാമതോ, ഈ വിഷയങ്ങളെ കുറിച്ച് അറിയാതെ വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും. ഇങ്ങനെയുള്ള ഒരു തട്ടും തരവുമായി തിരിയാനുള്ള കാരണം എന്താ? എന്താണ് ഇതിലുള്ള യഥാർത്ഥമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയത് പോലെയെങ്കിലും അന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് സ്വാഭാവികമായും സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവും. സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്താ? കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അതാണ് ഉണ്ടാകാനുള്ള ഒരു പ്രശ്നമായി വന്നത്. ഈ സന്ദർഭത്തിൽ പ്രമാണബദ്ധമായി മുൻധാരണകൾ മാറ്റിവെച്ച് ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് പകരം നേരത്തെ പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫി നേതൃത്വത്തെ ഉപയോഗിച്ച് തനിക്കിഷ്ടമില്ലാത്തവരെ പുറത്തു നിർത്താനും തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഈ സന്ദർഭം ഉപയോഗിച്ചു എന്നതാണ് ഈ രംഗം വഷളാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇവിടെയാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞ സാഹചര്യ സംഘടനയിൽ നിലനിൽക്കുമ്പോൾ ഇത് ചർച്ചയിലൂടെ ശരിയായ രൂപത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി അബ്ദുറഹ്മാൻ സലഫിക്ക് ചില ആളുകളോടുള്ള വിരോധവും പല കാരണങ്ങളാൽ ഉണ്ടായ അകൽച്ചയും, പ്രത്യേകിച്ച് ജാമിയ നദിവ്യയിൽ ഉണ്ടായിരുന്ന പല അധ്യാപകർ, ഈ വേദിയിലിരിക്കുന്ന അബൂബക്കർ സലഫിയെ പോലെ, ഹംസ മദീനിയെ പോലെ, ഷമീർ മദീനിയെ പോലെ, അതുപോലെ KK സക്കരിയ സ്വലാഹിയെ പോലെയുള്ള മറ്റു പണ്ഡിതന്മാരെയും ഒക്കെ പല കാരണങ്ങളാൽ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, അത്തരം ആളുകളോടൊക്കെ പല രീതിയിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പല വിമർശങ്ങളും പുറത്തെടുക്കുവാനും അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുവാനും ഒരു കാരണമായി ഈ വിഷയത്തെ ഉപയോഗിക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യം. അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ നേതൃത്വത്തിന് അദ്ദേഹം കൊടുക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ? ഏതൊരു നേതൃത്വമാകട്ടെ ആ നേതൃത്വത്തിനെല്ലാം 2 തരത്തിലുള്ള ഉപദേശക സംഘങ്ങൾ ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിന്റെ കാവൽ ഏതൊരു നേതൃത്വത്തിനുണ്ടോ
അവർക്ക് മാത്രമേ ആ ശരിയായ ഉപദേശക സംഘത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നോക്കൂ നിങ്ങൾ, അൻ അബീ സഈദ് അൽ ഖുദരി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ വലസ്തഖലഫ മിൻ ഖലീഫത്തിൻ ഇല്ലാ കാനത് ലഹു ബിതാനതാനി ബിതാനത്തുൻ തുഅ്മുറുഹു ബിൽ മഅറൂഫ് വതഹുവ്വുഹു അലൈഹി വബിതാനത്തുൻ തുഅ്മുറുഹു ബിശ്ശർരി വതഹുവ്വുഹു അലൈഹി. അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ, ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല, വലസ്തഖലഫ മിൻ ഖലീഫത്തിൻ, അതുപോലെ അതിനുശേഷം അധികാരം നൽകിയ ഭരണാധികാരിയെയോ അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ, ഇല്ലാ കാനത് ലഹു ബിതാനതാനി, അവർക്ക് രണ്ട് തരത്തിലുള്ള പാർശ്വവർത്തികൾ ഇല്ലാതെ. അതായത് പ്രവാചകന്മാരാകട്ടെ, ഖലീഫമാരാകട്ടെ, അതുപോലെ ഇസ്ലാമികമായ നേതൃത്വത്തിലുള്ള ആരാകട്ടെ, അവരാരെയും അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ, രണ്ട് നിലക്കുള്ള പാർശ്വവർത്തികൾ അവരുടെ കൂടെ ഉണ്ടായിക്കൊണ്ടല്ലാതെ. ബിത്വാനത്തുൻ, അതിലൊരു ഒരു വിഭാഗം തുഅ്മുറുഹു, ആ നേതൃത്വത്തിനോട് കൽപ്പിച്ചു കൊടുക്കും, ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ, വതഹുവ്വുഹു അലൈഹി, അത് ചെയ്യാൻ ആവശ്യമായ പ്രേരണകൾ അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഒരു വിഭാഗം. എന്നാൽ വബിത്വാനത്തുൻ, മറ്റൊരു വിഭാഗമാകട്ടെ, തുഅ്മുറുഹു ബിശ്ശർരി, അവർ ശർറായ കാര്യങ്ങളാണ്, മോശമായ ദോഷമായ കാര്യങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കുക. വതഹുവ്വുഹു അലൈഹി, അങ്ങനെയുള്ള അതിന് കാര്യങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഫൽ മഅസൂമു മൻ അസമല്ലാഹു തആല, ഫൽ മഅസൂമു, ഇതിൽ സുരക്ഷിതരാരാണെന്നോ, മൻ അസമല്ലാഹു തആല, അല്ലാഹു സംരക്ഷണം നൽകിയ നേതാക്കന്മാർക്ക് മാത്രമേ ഇതിൽ സുരക്ഷിതത്വം കാണാൻ കഴിയുകയുള്ളൂ എന്നതാണ്. എന്താ പറഞ്ഞ ഹദീസിന്റെ ചുരുക്കം? ഏതൊരു നേതൃത്വത്തിന്റെ കൂടി എന്തുണ്ടാവും? രണ്ട് രൂപത്തിലുള്ള സംഘം ഉപദേശകന്മാരായിട്ട് അഥവാ സഹായികളായിട്ടുണ്ടാകും. ഒന്ന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളും നല്ല വഴിക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളും, മറ്റൊന്ന് ചീത്ത പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ആ വഴിക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിരോധം കാണിക്കരുത് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രീതിയിൽ തെറ്റായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകാൻ തുടങ്ങി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം നേതൃത്വത്തിന് തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എന്ത്? ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ നല്ലതെന്താ? അത് ചർച്ചയിലൂടെ എല്ലാവരെയും വിളിച്ച് നല്ല നിലക്ക് പരിഹരിക്കുക, പ്രമാണത്തിലുള്ളത് വിശ്വസിക്കുക, അങ്ങനെയുള്ള തീരുമാനിച്ച് മുന്നോട്ട് പോവുക, ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്ത് പറഞ്ഞു കൊടുത്തു? ഇതിൽ ചില ആളുകളെ എടുത്ത് പുറത്താക്കിയാൽ ഈ വിഷയം തീരും എന്ന തെറ്റായ ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ആ രീതിയിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള, ഈ രംഗത്ത് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അന്നായിഷത്ത കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറ, അല്ലാഹു ഒരു നേതാവിന് ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ജഅല ലഹു വസീറ സുദ്ഖിൻ, ആ നേതാവിന് സത്യസന്ധനായ ഒരു വസീറിനെ ആക്കി കൊടുക്കും. ആ വസീറിന്റെ പ്രത്യേകത എന്താ? ഇന്നസിയ, ആ നേതാവ് എന്തെങ്കിലും കാര്യങ്ങൾ മറന്നുപോയാൽ ദക്കറഹു, അദ്ദേഹത്തെ അത് ഓർമ്മിപ്പിക്കും. വഇൻദക്കറ, അങ്ങനെ ഓർത്താൽ ആനഹു, ആ കാര്യത്തിൽ സഹായിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ വഇദാ അറാദല്ലാഹു ബിഹി ഗൈറ ദാലിക, നന്മയല്ല ഉദ്ദേശിക്കുന്നതെങ്കിലോ, ജഅല ലഹു വസീറ സൂഇൻ, ദുഷിച്ച വസീറുമാരെയാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നസിയ, നേതാവ് എന്തെങ്കിലും മറന്നുപോയാൽ ലം യുദക്കിറുഹു, അത് ഓർമ്മയാക്കുകയില്ല. വഇൻദക്കറ, ഓർത്താൽ തന്നെ ലം യുഇനീഹി, അതിൽ യാതൊരു സപ്പോർട്ടും ചെയ്യൂല, സഹായവും ചെയ്യൂല. ഇതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് സംഭവിച്ചു. അതായത് പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കൂല, ചെയ്യേണ്ടതൊന്നും ചെയ്യൂല. ഞാൻ പറയുന്നത് പ്രായമുള്ള ആളുകൾ, ICUവിൽ കിടക്കുന്ന ആളുകളാണ് ഇതിന്റെ നേതാക്കന്മാരെന്നൊക്കെ മടവൂർ വിഭാഗം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വീക്ഷണമല്ല ഞാൻ പറയുന്നത്. ബഹുമാന്യരായ പണ്ട് കാലത്ത് ഇതിന് അധ്വാനിച്ച പണ്ഡിതന്മാർ ഇതിനെ നയിക്കണം.
സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും അവരെ കുറിച്ച് ആ സമയത്ത് ചിന്തിക്കാൻ പഴയതുപോലെ കഴിയില്ല. അപ്പോൾ ജോയിന്റ് സെക്രട്ടറിമാരും കൂടെയുള്ളവരും തന്നെയാണ് അത് തിരുത്തുകയും ഓർമ്മയാക്കുകയും ഓർമ്മിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നിടത്ത് ഈ സഹഭാരവാഹിയായ ഇദ്ദേഹം തെറ്റായ വഴിക്ക് കാര്യങ്ങൾ നയിച്ചു കൊണ്ടുപോയി എന്നതാണ്. അങ്ങനെ ഉണ്ടാകുമോ ഇസ്ലാമിക ചരിത്രത്തിൽ? ഉണ്ടാകുമെന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ സുപ്രധാനമായ കാര്യം. ഇതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? നേതൃത്വത്തെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടണം, KJU-വിന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടണം, KNM-ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ മനസ്സിലുള്ള ഈ പ്ലാൻ നടപ്പാക്കണം. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, ആ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ഈ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു വിഭാഗം, അത് വളരെ കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതാരാന്നറിയോ? SLRC-യിലൂടെ പഠിച്ചു വന്ന എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ പോലെ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയെ പോലെ, പ്രൊഫസർ അബ്ദു സാഹിബിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ SLRC സ്റ്റുഡൻസ് ആണ്. KNM-യിലൂടെ കടന്നു വന്ന ആളുകളല്ല പലരും, SLRC-യിലൂടെ വളർന്നു വന്നവരാണ്. അവർ ഇത്തരം ഒരു ചിന്താഗതിക്കാരായിരുന്നു. ആ ആളുകളെ KP ഉള്ള കാലത്ത് ഒരിക്കലും തന്നെ അദ്ദേഹം സംഘടനയുടെ ഉള്ളിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന് കാരണവന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. KV അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സരണിയിലേക്ക് സ്റ്റേറ്റ് കൗൺസിലർ ആകുന്നത് ഈ കഴിഞ്ഞ വിവാദമായ തെരഞ്ഞെടുപ്പിലാണ്. അതുവരെ സ്റ്റേറ്റ് കൗൺസിലർ ആയിട്ടില്ല. അടുത്ത കാലത്തൊന്നുമായത് എനിക്കറിയില്ല, ഇനി അറിയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും KNM-ന്റെ ഉള്ളിലേക്ക്, അതും സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന സമയം മടവൂർ വിഭാഗം ഇതിൽ നിന്ന് ഒഴിഞ്ഞുപോയ സമയത്താണ്. കോഴിക്കോട് നിന്നും പ്രമുഖരായ പല ആളുകളും മടവൂർ വിഭാഗത്തിന്റെ കൂടെ പോയപ്പോൾ ആ സന്ദർഭത്തിൽ കോഴിക്കോട് ടൗണിൽ നമ്മുടെ സംഘടനയെ സഹായിക്കാൻ വേണ്ടി ഈ SLRC-യിലെ ആളുകൾ ആ രൂപത്തിൽ ഇതിലേക്ക് കടന്നു വരികയും ഇതിൽ സജീവമായി ഇടപെടുകയും അങ്ങനെ ഇതിന്റെ കീ പോസ്റ്റുകൾ അവർ തരപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് പ്രൊഫസർ അബ്ദു സാഹിബും ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയും ഒക്കെ സംസ്ഥാന ഭാരവാഹികളായി ആ രംഗത്ത് കടന്നു വരുന്നത്. അവരെയൊക്കെ ഇദ്ദേഹം കൂട്ടിപ്പിടിച്ചു, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കൂട്ടിപ്പിടിച്ചു SLRC ടീമിനെ. അത് പയ്യന്നൂരിലും കണ്ണൂരിലുമൊക്കെ ഉള്ള ചില ആളുകളെ കൂടി അതിന് കൂട്ടിപ്പിടിച്ചു. അതിൽ പ്രമുഖരായ ആളുകളായിരുന്നു. SLRC-യോടൊപ്പം സഞ്ചരിച്ചവരും അല്ലാത്തവരും അതിലുണ്ട്. KKP അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയായ വളപട്ടണം കാരനായ വ്യക്തി, അതുപോലെ തന്നെ ആ സമയം ഹാരിസ് ചേരൂർ എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു വ്യക്തി, ഇന്ന് അവരെ അഡ്വോക്കിന്റെ സെക്രട്ടറിയായ, ജില്ലാ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന വ്യക്തി, ഇതുപോലെയുള്ള സിദ്ദീഖ് തലശ്ശേരി എന്ന് പറയുന്ന വ്യക്തി, ഇതുപോലെയുള്ള ഒരു സംഘത്തെ ഇദ്ദേഹം അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അങ്ങനെയാണ് KKP അബ്ദുള്ള രണ്ട് സാധനങ്ങൾ അദ്ദേഹം തയ്യാറാക്കി. ഒന്ന്, നമ്മുടെ പണ്ഡിതന്മാരെ, ഈ രണ്ട് കാര്യങ്ങളും അവർ തയ്യാറാക്കിയത് പണ്ഡിതന്മാരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. എന്താ വിഷയം? നേരത്തെ പറഞ്ഞ ചില പണ്ഡിതന്മാരെ പുറത്താക്കണമെങ്കിൽ എന്തു വേണം? KJU-ലുള്ള മുതിർന്ന പണ്ഡിതന്മാർക്കൊക്കെ എന്ത് മനസ്സിലാകണം? ഇവർ അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട്, ഇവർ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചു കൊടുക്കണം. അതിനെന്താ മാർഗം? നേരിട്ട് പറയാൻ പറ്റുമോ? അത് പറയുമ്പോൾ എന്തോ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം അദ്ദേഹം നടത്തുകയാണെന്ന് വേറുള്ളവർ സംശയിച്ചാലോ? അതുകൊണ്ടാണ് KKP അബ്ദുള്ളയെ അദ്ദേഹം ഉപയോഗിച്ചത്. അതിനുവേണ്ടി KKP അബ്ദുള്ള ആരുമായി ബന്ധപ്പെട്ടു? മടവൂർ വിഭാഗത്തിലെ ചില ആളുകളുമായി, മൻസൂർ അലി ചമ്മാടിനെ പോലെയുള്ള, അലിമദനി മൊറയൂരിനെ പോലെയുള്ള, അബ്ദുസലാം സുല്ലമിയെ പോലെയുള്ള ആളുകളുമായി ഈ KKP അബ്ദുള്ള ബന്ധപ്പെട്ടു. എന്നിട്ടൊരു CD തയ്യാറാക്കി. നേരത്തെ അലിമദനിയും സലാം സുല്ലമിയും കൊണ്ടു നടന്നിരുന്ന ക്ലിപ്പുകൾ തന്നെ വേറെ രീതിയിൽ വെട്ടിമുറിച്ച് റെഡിയാക്കി ഒരു അരമണിക്കൂറുള്ള CD തയ്യാറാക്കി. എന്നിട്ട് അതിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്ത്? KK സക്കരിയ സ്വലാഹിയും അതുപോലെയുള്ള ആളുകളും ഒക്കെ അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതാണ് പിന്നീട് ചെയ്തത്. അങ്ങനെ ശ്രമിച്ചിട്ടോ അത് ആരെങ്കിലും കണ്ടാൽ പറ്റൂല. അത് ആര് കാണണം? KJU-ലുള്ള പണ്ഡിതന്മാർ തന്നെ കാണണം. അതിനുവേണ്ടി അദ്ദേഹം AP-യുടെ അടുക്കൽ വന്നാൽ സ്വീകരിക്കൂല, MM മദനിയുടെ അടുക്കൽ വന്നാൽ സ്വീകരിക്കൂല. കാരണം എന്താ? അത്ര അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഈ KKP അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് ഇത്തരം പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് അദ്ദേഹത്തിന് പോകാൻ സഹായിയായി നിന്നുകൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയായിരുന്നു. അദ്ദേഹം അതിനുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ KKP അബ്ദുള്ളയോട് കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെ ഓരോ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നിട്ടോ
എം എം മദനിയുടെ അടുക്കലേക്ക് എത്തുമ്പോ അബ്ദുറഹ്മാൻ സലഫി എം എം മദനിയെ വിളിച്ചിട്ട് പറയും, ഇതാ KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരും, അത് നിങ്ങൾ കാണണം, എന്നിട്ട് ആ വിഷയങ്ങൾക്ക് പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ ഇയാൾ കടന്നു വരുമ്പോ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞയച്ച ആളല്ലേ എന്ന നിലക്ക് വാതിൽ തുറന്നു കൊടുക്കും. ആ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ കാണും. സ്വാഭാവികമായിട്ടും ഏകപക്ഷീയമായി കൃത്രിമമായി കട്ട് ചെയ്തുണ്ടാക്കിയ ആ ക്ലിപ്പുകൾ കണ്ടാൽ ഏതൊരാൾക്കും തോന്നിപ്പോവാ അങ്ങനെയൊക്കെ സംഭവിച്ചോ. അതിന്റെ ബാക്കിയൂടെയും കാണുമ്പോഴല്ലേ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. അത് കാണാൻ ഇവരോട് ശ്രമിച്ചതുമില്ല. അങ്ങനെ 50ഓളം പണ്ഡിതന്മാരുടെ അടുക്കൽ ഈ ലാപ്ടോപ്പുമായി പോവുകയും അതിന് അബ്ദുറഹ്മാൻ സലഫി ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഈ വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ സാലിം എന്ന് പറയുന്ന സഹോദരനോടാണ്. അങ്ങനെ അവർ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം നിങ്ങൾ എല്ലാ നെറ്റിലും സൈറ്റിലും അതുപോലെ തന്നെ ലഭ്യമാണ്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേട്ടാൽ ഈ നടന്ന അന്തർനാടകങ്ങളിൽ അബ്ദുറഹ്മാൻ സലഫിക്ക് എത്രത്തോളം പങ്കുണ്ട് എന്ന് ആ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതാണ് എനിക്ക് പ്രകടമായി പറയുവാനുള്ള ഒരു തെളിവ് ആ വിഷയത്തിലുള്ളത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ നടന്നു. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് KNM-ന്റെ കൗൺസിലർമാരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്തു? KNM-ന്റെ ഒരു കൗൺസിൽ കഴിഞ്ഞ് കൗൺസിലർമാർ CD ടവറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ താഴെ ലിഫ്റ്റിനടുത്ത് ഇദ്ദേഹം തയ്യാറാക്കിയ ആളുകൾ കാത്തു നിൽക്കുന്നു. ഈ KKP അബ്ദുള്ളയുടെ CD അവിടെ വെച്ച് വിതരണം ചെയ്യുന്നു. KNM-ന്റെ കൗൺസിലർമാരിൽ മിക്ക ആളുകൾക്കും അത് ലഭിക്കുന്നു. ഇപ്പൊ എന്തായി? പണ്ഡിതന്മാർക്ക് നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, കൗൺസിലർമാർക്ക് ഈ രൂപത്തിൽ എത്തിച്ചു കൊടുത്തു. ഇതൊന്നും മതിയാകാത്തത് കൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന് പറയുന്ന ഒരു മഞ്ഞച്ചട്ടയുള്ള ഒരു പുസ്തകവും അദ്ദേഹം പുറത്തിറക്കി. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താ? ഇതുവരെ മടവൂരികൾ പറഞ്ഞിരുന്ന ഒരു തത്വമുണ്ടായിരുന്നു. സക്കരിയ വിഭാഗം, സക്കരിയാക്കൾ എന്നൊരു വിഭാഗം ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് സ്ഥാപിക്കാൻ മടവൂർ വിഭാഗം ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ആ ശ്രമം പുതിയ വേഷത്തിൽ KKP അബ്ദുള്ള ഏറ്റെടുക്കുകയും ഈ പുസ്തകത്തിലൂടെ ആ ആശയം കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ഈ പുസ്തകവും എന്ത് ചെയ്തു? ഈ SLRC ടീം ഉപയോഗിച്ചുകൊണ്ട് അവർ സംഘടനക്കുള്ളിൽ വ്യാപകമായി വിതരണം ചെയ്യാൻ തുടങ്ങി. പല ആളുകൾക്കും തപാലിലൂടെ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എഡിഷൻ തീർന്നു. രണ്ടാമത്തെ എഡിഷൻ അവതാരിക എഴുതിയത് അബ്ദുറഹ്മാൻ ഇരുവേറ്റിയായിരുന്നു. അത് പ്രകാശനം ചെയ്തത് നേരത്തെ പറഞ്ഞ മടവൂർ വിഭാഗത്തിന്റെ ഒരു സംസ്ഥാന ക്യാമ്പയിനിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ബന്ധം മനസ്സിലായില്ലേ? മടവൂർ വിഭാഗം ഉണ്ടാക്കിയ അജണ്ട അവർ സ്വമേധയാ നടപ്പിൽ വരുത്തിയിട്ട് പരാജയപ്പെട്ടപ്പോൾ KKP അബ്ദുള്ളയുമായി സഹകരിച്ച് ഇതിന്റെ ഉള്ളിൽ ആ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു. അതിനുള്ള ഒത്താശ അബ്ദുറഹ്മാൻ സലഫി ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വ്യക്തികളെ, പണ്ഡിതന്മാരെ ഇതിൽ നിന്ന് പുറത്താക്കാൻ ഇതല്ലാതെ മാർഗമില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. ഇതാണ് അദ്ദേഹം സ്വീകരിച്ച ഒരു രീതി. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് സംഘടനയെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ എടവണ്ണ ജാമിയ നദവിയയിൽ സംയുക്ത കൗൺസിൽ ചേർന്നത്. ആ സംയുക്ത കൗൺസിലിൽ ഇവർ ഈ വിഷയത്തിൽ എഴുതിയുണ്ടാക്കിയ ചില തീരുമാനങ്ങൾ സുതാര്യമായ ചർച്ചകളിലൂടെ കടന്നു വരാതെ 2-3 വ്യക്തികൾ തയ്യാറാക്കിയ ഒരു KJUവിന്റെ തീരുമാനം എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കി കൊണ്ടുവരികയും അതിന്റെ കരട് യാതൊരു രീതിയിലുള്ള ചർച്ചക്കും അനുവാദം കൊടുക്കാതെ, എന്നാൽ യോഗങ്ങൾ വിളിക്കുകയും അതിൽ ചർച്ചയ്ക്ക് അനുവാദം കൊടുക്കാതെ അത് ഈ ജാമിയ നദവിയയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും വിളിച്ച് അബ്ദുറഹ്മാൻ സലഫി തന്നെ മണിക്കൂറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു. സ്വാഭാവികമായ ആളുകൾ എന്ത് വിചാരിച്ചു? കൗൺസിലിൽ നിന്ന് കേട്ടു, നേരത്തെ ക്ലിപ്പുകൾ കണ്ടു, പുസ്തകങ്ങൾ വായിച്ചു. ഈ കൗൺസിലിൽ നിന്ന് ഏകപക്ഷീയമായ രീതിയിൽ അവിടെയും വിശദീകരിച്ചു, അവിടെയും ചർച്ച അനുവദിച്ചില്ല. ആ കൗൺസിൽ CD റെക്കോർഡ് ചെയ്തു. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ അത് റെക്കോർഡ് ചെയ്തു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ആ മടവൂർ വിഭാഗത്തിന്റെ കയ്യിലെത്തുന്നു. അവർ ഉടനെ തന്നെ ശബാബിൽ ലേഖനമായി നമ്മുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് അത് പ്രസിദ്ധീകരിക്കുന്നു. ആളുകളുടെ കയ്യിൽ അത് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മടവൂർ വിഭാഗം റോഡുകളിൽ വീണ്ടും ഈ വിഷയവുമായി കടന്നു വരുന്നു. എന്നിട്ട് നേരത്തെ മറ്റു ക്ലിപ്പുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ ജാമിയ നദവിയയിലെ കൗൺസിലിന്റെ CD-യിൽ കൗൺസിലിൽ അവതരിപ്പിച്ച
അവതരിപ്പിച്ച AP-യുടെയും TP-യുടെയും അഹമ്മദ് അലി മദനിയുടെയും ഒക്കെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ 10 വർഷമായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതാ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരുവോരങ്ങളിൽ പിന്നീട് സജീവമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തത് ഇദ്ദേഹമായിരുന്നു എന്നതിന് അനവധി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ റെക്കോർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അനവധി ആളുകൾ മുജാഹിദ് സെന്ററിലേക്ക് കത്തുകൾ അയച്ചപ്പോൾ ആദ്യം കിട്ടിയ ഉത്തരമല്ല പിന്നീട് കിട്ടിയത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉത്തരങ്ങൾ മാറാൻ തുടങ്ങി. പിന്നീട് പല രീതിയിലുള്ള വൈരുദ്ധ്യാത്മകമായ മറുപടികളാണ് ലഭിച്ചത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അത് റെക്കോർഡ് ചെയ്തതും അത് മടവൂരികളുടെ കയ്യിലെത്തിയതും ഈ രൂപത്തിൽ അത് നാട്ടിൽ പ്രദർശിപ്പിച്ചതും. കാരണം എന്താ, നീ നേരത്തെ പറഞ്ഞ ചിന്തയിലേക്ക് ഇതാ അവിടെ കുറച്ച് ആളുകൾ കച്ചറുണ്ടാക്കുന്നുണ്ട്, അവരെ ഒഴിവാക്കിയ പ്രസ്ഥാനത്തിന് പ്രശ്നം തീരും എന്നൊരു മനോഭാവത്തിലേക്ക് സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ രീതിയിൽ മുറിച്ച ക്ലിപ്പുകളുമായി കടന്നു വന്നു. അങ്ങനെ മുറിച്ച ക്ലിപ്പുകളും ഫോൺ കോളുകളും ഈ ഉപജാപക സംഘത്തിന്റെ വിവരങ്ങളും നേതൃത്വത്തിന്റെ ധാരണക്ക് ശക്തി പകരുകയും ചെയ്തു. അഥവാ നേതൃത്വം എന്ത് ചെയ്തു, ഈ ക്ലിപ്പുകളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ ഉപജാപക സംഘം എന്ന് പറഞ്ഞില്ലേ, എപ്പോഴും കൂടെ ഉണ്ടാവും. നാട്ടിലുള്ള വിവരങ്ങളൊക്കെ അവര് മുഖേനയാണ് ബഹുമാന്യനായ AP-യും അതുപോലെ തന്നെ TP-യും ഒക്കെ അറിയുന്നത്. അല്ലാതെ അവർക്ക് അറിയാൻ സമയമില്ല. അറിയാൻ ഒരു പക്ഷേ ശ്രമിച്ചിട്ടുമുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. സ്വാഭാവികമായി നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ മറ്റു രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ ഉള്ളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരൊക്കെ വിചാരിച്ചു എന്ത്, ഈ CD-കൾ കണ്ടു, അതുപോലെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവർ വിചാരിച്ചു ഇത് പണ്ട് നമ്മൾ ഒഴിവാക്കിയ എല്ലാ അന്ധവിശ്വാസവും തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല എന്ന് വിഷയങ്ങൾ കേട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നേതൃത്വത്തെ ഈ രൂപത്തിൽ ധരിപ്പിക്കുന്നതിൽ ഇദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചു എന്നതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പ്രസ്ഥാനം കടന്നു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താ, ഇവിടെ നമ്മുടെ നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് എന്താ, ഈ പ്രശ്നങ്ങൾ ശരിയായ രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമാണബദ്ധമായി പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ആരെങ്കിലും 1-2 ആളെ പുറത്താക്കി കണ്ട് പരിഹരിക്കേണ്ട വിഷയമല്ല ഇത്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം അവർ സ്വീകരിച്ച വഴി എന്താണെന്നറിയോ? അതിനവർ സ്വീകരിച്ച വഴി ഇവരെ പെട്ടെന്നൊന്ന് പുറത്താക്കാൻ നോക്കി. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് ബാലുശ്ശേരിയെയും ഡോക്ടർ KK സക്കരിയ സലാഹിയെയും പുറത്താക്കി എന്നൊരു വാർത്ത തേജസ് പത്രത്തിൽ വന്നത്. തേജസ് പത്രത്തിൽ വന്നു, ആളുകൾ പ്രതികരിച്ചു. എന്താ കാരണം എന്നൊന്നറിയാതെ ശക്തമായ പ്രതികരണങ്ങൾ മുജാഹിദ് കേരളത്തിൽ നിന്ന് ഉയർന്നു. അപ്പൊ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നു, അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നത് ശരിയല്ല, അത് നിഷേധിച്ചുകൊണ്ട് പത്രത്തിൽ വാർത്ത വന്നു. നോക്കി നിങ്ങൾ. അപ്പോൾ ലേഖകന്റെ വിശദീകരണം അതിന്റെ ചുവട്ടിൽ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്, അതിനെക്കുറിച്ച് ഇതുവരെ നമ്മുടെ നേതൃത്വം മിണ്ടിയിട്ടില്ല. അപ്പൊ ഒന്നുകിൽ അന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അന്ന് ജില്ലാ സെക്രട്ടറിമാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇതാ ഇവരെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വിവാദമുണ്ടായപ്പോൾ, ജനരോഷമുണ്ടായപ്പോൾ ആ തീരുമാനം പിൻവലിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ പത്രക്കാരോട് പറഞ്ഞതോ അതിന് കളവ് എന്നാണോ പറയുക? നിങ്ങൾ ചിന്തിക്കുക, ഞാൻ അതിൽ ഇടപെടുന്നില്ല. അപ്പോൾ അന്നൊരു ശ്രമം നടത്തി നോക്കി, അത് വിജയിച്ചില്ല. അപ്പൊ അന്ന് മനസ്സിലാക്കി ഇനി ഇത് വിജയിക്കണമെങ്കിൽ എന്ത് വേണം, അതിന് കുറെ പണിയുണ്ട്. അതിന് ഭരണഘടനയുടെ എല്ലാ നൂലാമാലകളും പരിശോധിക്കണം, എന്നിട്ട് ജനങ്ങളത് ബോധ്യപ്പെടുത്തണം, അതിന് നടപടിക്രമങ്ങൾ ഉണ്ടാക്കണം, അതിന് നാൾവഴികൾ സൃഷ്ടിക്കണം. അതൊക്കെ വലിയ മെനയാണ്. അപ്പൊ അതിലേറെ എളുപ്പമുള്ള ഒരു മാർഗം അവർ കണ്ടത് എന്താണെന്നറിയോ? ഇതിലേറെ നല്ലത് മടവൂർ വിഭാഗമാണ് എന്നവർ വിചാരിക്കുകയും മടവൂർ വിഭാഗവുമായി ലയിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയുമാണ് പിന്നീട് ചെയ്തത്. ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ചെയ്ത മറ്റൊരു രീതിയാണത്. അതിനാദ്യം അബ്ദുറഹ്മാൻ സലഫി എതിര് നിൽക്കുകയും പിന്നീട് അനുകൂലമാവുകയും പിന്നീട് എതിര് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. അതിന് വിശദാംശം പറയാൻ ഇപ്പോൾ സമയമില്ല, വേണമെങ്കിൽ മറ്റു സന്ദർഭത്തിൽ നമുക്കത് പറയാവുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം മടവൂർ വിഭാഗവുമായി ലയിക്കുക എന്ന ഒരു തത്വത്തിലേക്കാണ് പിന്നീട് വന്നത്. അതിനുവേണ്ടി 2010 നവംബർ മാസത്തിൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി പല രീതിയിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുപോയാൽ വിഷയത്തിന്റെ എല്ലാ ഭാഗവും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. 2010 നവംബർ മാസത്തിൽ പുളിക്കൽ ജാമിയ സലഫിയയിൽ
ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സംയുക്ത എക്സിക്യൂട്ടീവുകൾ ചേർന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ കൃത്യമായ ചർച്ചകൾ നടന്നു. എല്ലാവരും ഈ സന്ദർഭത്തിൽ അങ്ങനെ യോജിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലയിക്കുന്നത് പോലെ ഒരിക്കലും മതസംഘടന ലയിക്കാൻ പാടില്ല. നമ്മൾ മടവൂർ വിഭാഗവുമായി യോജിക്കാതിരുന്നതിന്റെ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ ആ രംഗത്ത് ഇപ്പോഴും ആ ഹദീസ് നിഷേധത്തിന്റെ ഭാഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അവർ മൻഹജിനെ അംഗീകരിക്കാത്തവരാണ്. അവരുടെ രീതികൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത്തരം ഒരാളുകളുമായി ഇങ്ങനെ യോജിക്കുക എന്നുള്ളത് ശരിയല്ലെന്ന ശക്തമായ വികാരം ആ യോഗത്തിൽ കടന്നു വന്നു. അത് വരാനുണ്ടായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യം മാത്രം ഞാൻ പറയാം. അന്ന് നൂർ മുഹമ്മദ് നൂർ ഷാ സാഹിബ് ആ യോഗത്തിൽ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അന്ന് ആ ലയനത്തിന് അപ്പോൾ എതിരാണ്. തുടക്കത്തിൽ അനുകൂലമായി നിൽക്കുകയും പിന്നീട് എതിരാവുകയും ചെയ്തയാളാണ്. ആ എതിരായപ്പോൾ അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞൊരു വാചകം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ ലയനത്തിന് തുടക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ബഹുമാന്യനായ AP അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്രേ. അടിയന്തരമായി കോഴിക്കോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്ന ശേഷം AP പറഞ്ഞു പത്രേ അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ മാത്രം കേട്ടതല്ല, യോഗത്തിലുള്ളവരൊക്കെ കേട്ടതാണ്. ഇതാ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി ഇവർ വന്നിട്ടുണ്ട്. മടവൂർ വിഭാഗം നമ്മോട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നടക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ താല്പര്യം അതാണ്. അതിനുള്ള കാരണങ്ങൾ പലതുണ്ട്. അതിലൊരു കാരണമാണെന്ത്, നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു ധാരണ നേതൃത്വത്തിന്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം ഒരു ധാരണയോടുകൂടി നിൽക്കുമ്പോൾ എന്നാൽ ഇതിനേക്കാളും നല്ലത് അതാണ് എന്ന ധാരണക്ക് മൂർച്ച കൂടുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ബഹുമാന്യനായ AP എന്ത് ചെയ്തു, ഇദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, എങ്ങനെയെങ്കിലും അബ്ദുറഹ്മാൻ സലഫിയെ ഇതിനൊന്ന് അനുകൂലമാക്കി തരണമെന്ന്. ഈ ലയനം നടക്കാൻ അബ്ദുറഹ്മാൻ സലഫിയെ ഒന്ന് അനുകൂലമാക്കി തരണമെന്ന്. ആ ദൗത്യം നൂർ ഷാ സാഹിബ് ഏറ്റെടുക്കുകയും അങ്ങനെ അബ്ദുറഹ്മാൻ സലഫിയെ അതിനനുകൂലമാക്കുകയും ചെയ്തുവെന്നാണ്. പക്ഷെ അനുകൂലമാക്കി അവർ 1-2 സ്റ്റെപ്പുകളിൽ മുന്നോട്ട് പോയി. മടവൂർ വിഭാഗവുമായി എഴുത്തുകുത്തുകൾ നടന്നു. നമ്മുടെ കരാർ പത്രം അവർക്ക് കൊടുത്തു. അവരുടെ കരാർ പത്രം ഇങ്ങോട്ട് വാങ്ങി. ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും ഒക്കെ അതിൽ ഇടപെട്ടു. പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു. ആ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു 7 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ബഹുമാന്യനായ APയും TPയും അതുപോലെ സലഫിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ മദനി പാലത്തും മുഹമ്മദ് മദനിയും അങ്ങനെ തുടങ്ങി 7ഓളം ആളുകളെ ഒരു കമ്മിറ്റിയും ഉണ്ടാക്കി. ആ കമ്മിറ്റിയുമായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടക്ക് ഒരു എക്സിക്യൂട്ടീവ് കൂടി KNMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നു. ആ എക്സിക്യൂട്ടീവിൽ ഈ ഉള്ളവൻ അല്പം വൈകിയാണ് എത്തിയത്. ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് അരമണിക്കൂർ വൈകിയാണ് ഞാൻ എത്തിയത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഈ ലയനത്തിന്റെ ചർച്ചകളും കരാർ പത്രങ്ങളും കൈമാറിയ വിവരം യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ ആ യോഗത്തിനെത്തിയപ്പോഴാണ് സജീവമായ ചർച്ചയാണ് നടക്കുന്നത്. ലയിച്ചു കഴിഞ്ഞ രൂപത്തിലുള്ള ചർച്ചയാണ്. ഇനി മർക്കസ് ദഅവ ഇങ്ങോട്ട് കിട്ടുമോ, അതുപോലെ തന്നെ പള്ളികൾ ഇങ്ങോട്ട് കിട്ടുമോ, അല്ലാതെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള സജീവമായ ചർച്ചകളാണ് നടക്കുന്നത്. ഞാൻ ആകെ ബേജാറായി, എന്താണ് ഇവിടെയുള്ള സംഭവിച്ചത് എന്നറിയാതെ. അവസാനം ആ യോഗത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു. അന്നുള്ള 1-2 അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു, മടവൂർ വിഭാഗത്തിലെ ആളുകൾ അവരുടെ ആദർശം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ലയനം നടന്നാൽ അത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകൾക്കിടയിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും, പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് മാത്രമല്ല അത് പുതിയൊരു മുറിവ് കൂടി ഉണ്ടാകാനും പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് ആലോചിച്ചു മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ഒരഭിപ്രായം എല്ലാവരും പറഞ്ഞു. കൂട്ടത്തിൽ ഞാനും പറഞ്ഞു. അപ്പോൾ ബഹുമാനായ നൂർ ഷാ സാഹിബ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അഷ്റഫ് പറഞ്ഞ അഭിപ്രായം നല്ലതാണ്, അത് മുഖവിലക്കെടുക്കണം. പക്ഷേ നമ്മൾ അവരുമായി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു പ്രധാന കാര്യം, അന്ന് നടപടിക്ക് വിധേയരായ 35 ആളുകളെ ഒരിക്കലും നമ്മൾ ആദ്യഘട്ടത്തിൽ എടുക്കുകയില്ല എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാശങ്കക്ക് അടിസ്ഥാനമില്ല. ഏറ്റവും പ്രശ്നമുള്ള ആളുകൾ ആ 35 ആളുകളാണല്ലോ. അവരാദ്യഘട്ടത്തിൽ എടുക്കൂല, അവരെ പരിശോധിച്ച ശേഷം മാത്രമേ എടുക്കുള്ളൂ എന്നൊരു കരാറുണ്ട്. അതെന്തിനാ അദ്ദേഹം പറയുന്നത്? ഞാൻ പറഞ്ഞ അഭിപ്രായം ആളുകൾ അവിടെ ആവർത്തിച്ചു പറയുകയും ലയനം മുടങ്ങിപ്പോവുകയും ചെയ്യാതിരിക്കാൻ അവിടെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ അഭിപ്രായത്തെ കൂടി മുഖവിലക്കെടുത്ത് അതിനൊരു മറുപടി എന്ന രൂപത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അപ്പോൾ ബഹുമാന്യനായ TV പ്രസീഡിയത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇല്ല നൂർ ഷാ, അങ്ങനെയില്ല.
അങ്ങനെ ഒരു കരാറ് നമ്മൾ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്ത് 35 ആൾ എടുക്കൂല എന്നുള്ളൊരു കരാറ് നമ്മൾ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ വീണ്ടും നൂർഷ സാഹിബ് പറഞ്ഞു, അല്ല അങ്ങനെയുണ്ട്, എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവസാനം നൂർഷ സാഹിബ് അവിടെ തന്നെ ഇരുന്നു. യോഗം മുന്നോട്ട് പോയി. ആ 7 അംഗ സമിതിയെ തന്നെ ചുമതലെടുത്ത് യോഗം പിരിയുകയും ചെയ്തു. യോഗം പിരിഞ്ഞ ഉടനെ നൂർഷ സാഹിബ് ടിപിയുടെ അടുക്കലേക്ക് നടന്നു ചെന്നു, പ്രസീഡിയത്തിലേക്ക് ചെന്നു. എന്നിട്ട് നൂർഷ സാഹിബ് ചോദിച്ചു, അല്ല TP അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. TP വീണ്ടും ശക്തമായി നിഷേധിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. തൊട്ടു പിന്നിൽ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും നൂർഷ അതിവൈകാരികതയോടുകൂടി ആ ഹാളിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനി നടക്കാൻ പറ്റില്ല. ആ സമയം വെച്ചാണ് നൂർഷ സാഹിബ് ലയനത്തിന് എതിരായി മാറുന്നത്. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം TP അവിടെ വെച്ച് കേൾക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അഭിപ്രായം മാറ്റി. പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്തത്? നേരത്തെ അബ്ദുറഹ്മാൻ സലഫി അനുകൂലമാക്കി കൊടുത്ത് അദ്ദേഹം തന്നെ അബ്ദുറഹ്മാൻ സലഫിയെ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നു. അതൊക്കെ അദ്ദേഹത്തിന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആലോചിക്കണം നിങ്ങൾ. അങ്ങനെ 7 അംഗ സമിതിയിൽ ഭിന്നത വന്നു. ആ ഭിന്നത വന്നതുകൊണ്ടാണ് പിന്നീട് അത് നടക്കാതെ പോയത്. എന്നാൽ ആ ചർച്ച കേട്ട സമയം മുതൽ ഈ ചർച്ച അപകടത്തിലേക്കാണ് എന്ന് ISM-ഉം MSM-ഉം അതിന്റെ സമയാസമയങ്ങളിൽ നേതൃത്വത്തോടും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിപ്രായമാണ് ഉള്ളത് എന്നതുകൊണ്ട് TP-യും AP-യും എടുത്ത നിലപാടിന് എതിരായ നിലപാട് നൂർഷയും അതുപോലെ തന്നെ സലഫിയും എടുത്തപ്പോൾ നൂർഷ സാഹിബ് ഈ വിഷയവുമായി ആ സന്ദർഭത്തിൽ പലതവണ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതിന്റെ വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ പിന്നീട് പറയാവുന്നതാണ്. ഞാൻ പറയുന്നത് ഇത് ആ സമയത്ത് നടന്നതാണ്. അങ്ങനെ 2010 നവംബർ മാസത്തിൽ പുളിക്കൽ ജാമിയ സലഫിയിൽ നടന്ന യോഗത്തോടുകൂടി നൂർഷയും സലഫിയും എല്ലാവരും ഇതിനെതിരായി സംസാരിച്ചപ്പോൾ ആ ലയനം മുടങ്ങിപ്പോയി. അങ്ങനെ ലയനം നടക്കൂല എന്ന് വന്നു. ഇനി എന്താ മാർഗം? വിചാരിച്ചത് എന്താ? ഇത് ലയനം നടക്കുമ്പോ സ്വാഭാവികമായും ഇതിനോട് എതിർപ്പുള്ള കുറച്ച് ആളുകൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് ഈ ജിന്ന് ആയി ബന്ധപ്പെട്ട കുറച്ച് അന്ധവിശ്വാസികളാണ്, അവരാണ് പോയി എന്നല്ലേ വരുള്ളൂ. എന്നാലും സമൂഹത്തിൽ എന്തായി? മുജാഹിദ് പ്രസ്ഥാനം യോജിച്ചു, നല്ലൊരവസ്ഥ വന്നു എന്ന് വരും. നമ്മൾ ഐക്യത്തിനെതിരല്ല, ഐക്യത്തിന് നമ്മൾ അനുകൂലമാണ്. പക്ഷെ എങ്ങനെ ഐക്യം നടക്കേണ്ടത്? താബു വഅസ്ലഹു വബയ്യനു, ഖുർആനിലെ ആയത്താണ്. ആദർശപരമായി തെറ്റിപ്പോയ ആളുകൾ തിരിച്ചു വരേണ്ട ഘട്ടങ്ങൾ എന്താ? താബു, അവർ പശ്ചാത്തപിക്കണം. അതോടൊപ്പം തന്നെ വഅസ്ലഹു, അവർ കാര്യങ്ങൾ നന്നാക്കണം. വബയ്യനു, എന്നിട്ട് വ്യക്തമാക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നടക്കാൻ കഴിയുകയുള്ളൂ. അവരെ ആദർശത്തിൽ നിന്ന് മാറി എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകണം. അവരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് ബോധ്യമാകണം. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും ആളുകൾക്ക് ബോധ്യമാകണം. സ്വാഭാവികമായും ആളുകൾ തിരിച്ചറിയും. പിന്നെ അവിടെ കരാർ പത്രത്തിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനങ്ങൾ പങ്കുവെക്കുന്നത് പോലെ പങ്കുവെക്കേണ്ട കാര്യമില്ല. എന്നാൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന ചർച്ച എന്താ? അവരിൽ നിന്ന് ഇത്ര ആളുകളെ നമ്മുടെ എക്സിക്യൂട്ടീവിലേക്ക് എടുക്കുക. ISM-ന്റെ MSM-ന്റെ പ്രസിഡന്റ് അവരാണെങ്കിൽ സെക്രട്ടറി നമ്മളാള്. ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ പങ്കുവെച്ചുള്ള ചർച്ചയാണ് നടന്നിരുന്നത്. ആ ചർച്ചയല്ല, അങ്ങനെയല്ല ഐക്യ ചർച്ചകൾ നടക്കേണ്ടത്. ആശയപരമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ലൈന് അവർ തുറന്നു പറയട്ടെ ജനങ്ങളോട്. അപ്പോൾ സ്വാഭാവികമായും ഐക്യമുണ്ടാകും. അതാണ് അതിന്റെ രീതി. ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മളും പറഞ്ഞത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, പരിഹാരത്തിന് പകരം ലയനത്തിന് വേണ്ടി ശ്രമിച്ചു. ആ ലയനവും മുടങ്ങിപ്പോയി. ലയനം നടക്കാതെ വന്നപ്പോൾ പിന്നീട് കണ്ട മാർഗമാണെന്ത്? തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ച് സംഘടനയെ കയ്യിലാക്കുക എന്നത്. ഇതിന് ഞാൻ തെളിവായി പറയുന്നത് KKP അബ്ദുള്ളയും സാലിമും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അവൻ നിരാശയോടുകൂടിയാണ് KKP അബ്ദുള്ള ആ സമയത്ത് സംസാരിക്കുന്നത്. പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റുഖിയ ശറഈയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമായ സന്ദർഭമായിരുന്നു. അപ്പോൾ നിരാശയാണ് അവരുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ആ നിരാശ അവൻ പറയുന്നുണ്ട്. കാരണം എന്താ? KK സക്കരിയ സ്വലാഹിയെയും അതുപോലെയുള്ള ആളുകളെയും പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന ഒരു ആയുധമായിരുന്നു ഈ ജിന്നു ബാധയുമായി ബന്ധപ്പെട്ട വിഷയം, ജിന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയം. അത് എന്താണോ ബഹുമാന്യനായ സക്കരിയ സ്വലാഹി പറഞ്ഞിരുന്നത്, അത് തന്നെയാണ് ഈ 10 പണ്ഡിതന്മാർക്കുമുള്ള അഭിപ്രായമെന്ന് അവിടെ വെച്ച് തീരുമാനമായതോടുകൂടി അവരുടെ ആയുധം നഷ്ടപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ.
പിന്നെന്താ തെളിവ് പറയാ, എന്താ കാരണം പറയാ? അത് കിട്ടാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് KKP അബ്ദുള്ള പറയാണ്, ഇതില് ട്രാപ്പിൽപ്പെട്ടതാണ് സലഫി. ആ 10 പണ്ഡിതന്മാർ ചർച്ചക്ക് പോയത് സലഫി ട്രാപ്പിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നതാണ്. ഇനി എല്ലാം പിടുത്തം വിട്ടു, ഇനി സംഭവിക്കണത് സംഭവിക്കട്ടെ. അവൻ പറയാ, ഇനി സംഭവിക്കണത് സംഭവിക്കട്ടെ. ഇനി ഒരു ഒറ്റ പരിഹാരമേ ഉള്ളൂ. എന്ത്? നേതൃത്വം കയ്യിലെടുത്ത് ഭരണം കയ്യിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സംഘടന ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇനി നോക്കേണ്ടതുള്ളൂ. ആ നോട്ടമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇലക്ഷനിലൂടെ നടപ്പാക്കിയത്. അതാണ് ഇലക്ഷനിലൂടെ നടപ്പാക്കിയത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? പണ്ട് മടവൂർ വിഭാഗം പിളർന്നു പോയ സമയത്ത് അസ്കർ അലി സാഹിബ് മേപ്പയൂർ വിളിച്ച ഒരു ഗ്രൂപ്പ് യോഗം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഗ്രൂപ്പ് യോഗത്തിന് അബ്ദുറഹ്മാൻ സലഫി നേതൃത്വം കൊടുത്തു. സംഘടനയിൽ 5/6/2011 CD ടവറിൽ തന്നെ ആ ഗ്രൂപ്പ് യോഗം നടത്തി. ആ ഗ്രൂപ്പ് യോഗം നടക്കുന്ന സമയമേതാ? ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. KNM-ന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച ഒരു സമയത്ത് കോഴിക്കോട് CD ടവറിൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചു ചേർത്ത ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിന് എന്ത് പേരാ നമ്മൾ ഇടേണ്ടത്? അത് KNM-ന്റെ യോഗമല്ല, ISM-ന്റെ യോഗമല്ല, MSM-ന്റെ യോഗമല്ല, മറ്റേതെങ്കിലും ഉപസംഘടനകളുടെ യോഗമല്ല. കാരണം എന്താ അറിയോ? ആ യോഗം നടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളും അപ്പുറത്തെ റൂമിലുണ്ട്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവിടെ അതാ എക്സിക്യൂട്ടീവ് ഹാളിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ നൂർഷ സാഹിബുണ്ട്, പാലത്ത് അബ്ദുറഹ്മാൻ മദനിയുണ്ട്, അതുപോലെയുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. അനസ് മൗലവിയുണ്ട്, ഹനീഫ് കായക്കൊടിയുണ്ട്, നേരത്തെ പറഞ്ഞ KKP അബ്ദുള്ളയുണ്ട്, ഹാരിസ് ചേരൂരുണ്ട്, പ്രൊഫസർ അബ്ദു ഉണ്ട്. അങ്ങനെ 10-40ഓളം വരുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ ഇത് സംഭവം? പരസ്പരം ചോദിച്ചു. അവിടെ അതാ AP അദ്ദേഹത്തിന്റെ റൂമിൽ ഇരിക്കുന്നുണ്ട്. AP-യുടെ റൂമിൽ കയറി അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ ചോദിച്ചു, മൗലവി അവിടെ അതാ ഒരു യോഗം നടക്കുന്നു, എന്ത് യോഗമാണത്? ആരുടെ യോഗമാണത്? അപ്പൊ AP പറഞ്ഞു, എനിക്കറിയില്ല, എന്ത് യോഗാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉടൻ ഞങ്ങൾ പുറത്തു വന്ന് ബഹുമാനിയായ TP-യെ വിളിച്ചു, ചോദിച്ചു, TP ഇതാ ഇവിടെ ഒരു യോഗം നടക്കുന്നു, എന്ത് യോഗമാണ്, നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞാനും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, KNM വിളിച്ച യോഗമല്ല, KNM-ന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ടല്ല അപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ ISM വിളിക്കണമെങ്കിൽ ഞങ്ങൾ വിളിക്കണം, ഞങ്ങളും വിളിച്ചിട്ടില്ല. MSM-ഉം വിളിച്ചിട്ടില്ല, MGM-ഉം വിളിച്ചിട്ടില്ല. പിന്നെയോ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണൂരിലുള്ള പയ്യന്നൂരിലുള്ള ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിളിച്ച യോഗമാണ് എന്ന്. എന്തിനാണ് പയ്യന്നൂരിലെ കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാൻ മലപ്പുറം വെസ്റ്റിൽ നിന്നുള്ള ആള് പങ്കെടുക്കുന്നത്, മലപ്പുറം ഈസ്റ്റിൽ നിന്നുള്ള ആള് പങ്കെടുക്കുന്നത്, കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്നുള്ള ആള് പങ്കെടുക്കുന്നത്, കോഴിക്കോട് നോർത്തിലെ ആള് പങ്കെടുക്കുന്നത്, വയനാട്ടിൽ നിന്ന് ആള് പങ്കെടുക്കുന്നത്? പയ്യന്നൂരിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഈ പോലെയുള്ള ആളുകളൊക്കെ എന്തിനാ വിളിച്ചു കൂട്ടുന്നത്? അതിൽ നിന്ന് വസ്തുത വ്യക്തമാണ്, അതൊന്നുമല്ല വിഷയം, അതൊക്കെ അതിനുള്ളിലുള്ള ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ അവിടെ യോഗം നടന്നു. ഞങ്ങൾ ആ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ലിഫ്റ്റിൽ നിന്ന് മുകളിലേക്ക് വരുന്ന അവിടെ കാത്തു നിൽക്കുന്ന ഒരു സഹോദരനുണ്ട്, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ. അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അവിടെ? അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി ഞങ്ങളോട് പറയാ, ഇന്നിവിടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. എന്ത് യോഗ? ഇവിടെ ജിന്ന് ബാധിച്ച കുറച്ച് ആൾക്കാരുണ്ട്, ആ ജിന്നൊന്ന് ഇറക്കാൻ വേണ്ടിയുള്ള യോഗമാണ്. എന്നാ ഇത് നടക്കുന്നത്? 2011 6-ാം മാസം ജൂൺ മാസം 5-ാം തീയതി. അന്ന് ഈ രൂപത്തിലാ സംസാരിക്കുന്നത്. അപ്പൊ എന്താ ഈ യോഗത്തിന് വരുന്ന ആൾക്കാർക്ക് കൊടുത്ത മെസ്സേജ് എന്താന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവിടെ യോഗം നടക്കുന്നത്. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കി, ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജിന്ന് വിഭാഗം എന്നൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്നും അത് വരുത്തി തീർക്കുകയും ഇലക്ഷൻ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവർ ഒഴിവാക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ അവിടെ വെച്ച് അവർ പരസ്പരം കൈമാറുകയും ആ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലക്ക് 10-30 ആളുകൾ അപ്പോൾ തന്നെ TP-യുടെ വീട്ടിൽ ചെല്ലുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ തന്നെ TP-യുടെ വീട്ടിൽ ചെല്ലുക. TP-യുടെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഉടനടി നടപടിയെടുക്കണം, സക്കരിയ സ്വലാഹിക്കെതിരെ നടപടിയെടുക്കണം, ഇനി വൈകിപ്പിക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ നേതാക്കന്മാരുടെ വീട്ടിൽ പോയി സമ്മർദ്ദ തന്ത്രം ചെലുത്തുക. ആരാ യോഗം വിളിക്കണത്? വിളിച്ചതാരാ? സലഫിയും നൂർഷയും ഇവരൊക്കെ കൂടിയിട്ട്.
അവരൊക്കെ കൂടി യോഗം കൂടുക, എന്നിട്ട് അവരെന്നെ ആളുകളെ തട്ടിക്കൂട്ടുക, ആ ആൾക്കാർ ടീപ്പിന്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് അവര് പറയാ പുറത്താക്കണം എന്ന് പറയാം. അപ്പോൾ തന്നെ ഏപ്പിന്റെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി തുടങ്ങുക. ഏപ്പി ഉറങ്ങിയിട്ടുണ്ടാവും, രാത്രി 11 മണി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് രേഖാമൂലം ആ കാര്യം അറിയിക്കുക. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഈ പുറത്താക്കൽ നടപടിക്കുള്ള ശ്രമം അവിടെ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇലക്ഷനിൽ ഇടപെടാനും തുടങ്ങി. ഇതാണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അതിന്റെ പ്രത്യേകത, ഇലക്ഷൻ തന്റെ ഈ രൂപത്തിൽ തന്നെ നടത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് അതിന്റെ വരണാധികാരിയായി തെരഞ്ഞെടുത്തത് പ്രൊഫസർ അബ്ദു സാഹിബിനെയാണ്. SLRCയിലൂടെ കടന്നു വന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രൊഫസർ അബ്ദു സാഹിബിനെയാണ് അതിന്റെ വരണാധികാരിയായി നിശ്ചയിക്കുന്നത്. അബ്ദുൾ റസാഖ് മൗലവിയെ പോലെയുള്ള PK അബ്ദുൾ റസാഖ് മദനിയെ പോലെയുള്ള നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത ഒരു ഇലക്ഷന്റെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ട ആ കുഞ്ചിക സ്ഥാനം കൊടുത്തതാർക്കാ? ഈ പ്രൊഫസർ അബ്ദു എന്ന് പറയുന്ന SLRC സ്റ്റുഡന്റിനാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പിന്നെന്താ വേണ്ടത്? ഇനി KNMല് ഈ പറയുന്ന വൈജ്ഞാനികമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ, നേരത്തെ പറഞ്ഞ വിഷയത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന, KM മൗലവിയെ അംഗീകരിക്കുന്ന, ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞത് അംഗീകരിക്കുന്ന, അമാനി മൗലവി പറഞ്ഞത് അംഗീകരിക്കുന്ന പ്രബോധകന്മാർ കൂടുതലുള്ളത് 40 വയസ്സിന് താഴെയുള്ളവരാണ്. അതുകൊണ്ട് 40 വയസ്സിന് താഴെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവർ ഭാരവാഹികളാകാൻ പാടില്ല, അവർ KNMന്റെ എക്സിക്യൂട്ടീവിൽ വരാൻ പാടില്ല, അതോടൊപ്പം തന്നെ പാനൽ അവതരിപ്പിക്കുവാനും പാടില്ല. നോക്കിങ്ങള്, പാനൽ അവതരിപ്പിക്കാനും പാടില്ല എന്ന ഒരു വിഷയം അവർ അവിടെ എഴുതി ചേർത്തു. ഏതിൽ? വിജ്ഞാപനത്തിൽ എഴുതി ചേർത്തു. ആ വിജ്ഞാപനത്തിൽ എഴുതി ചേർത്തു എന്ന് മാത്രമല്ല, അത് നടപ്പാക്കാൻ ശ്രമിച്ചു. അപ്പോൾ മഞ്ചേരിയിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നും അതിനെ അന്വേഷിച്ചുകൊണ്ട്, അതിന് കാരണം ചോദിച്ചുകൊണ്ട് നമ്മുടെ ചില പ്രവർത്തകന്മാർ, KNMന്റെ ചില പ്രവർത്തകന്മാർ തന്നെ കത്തയച്ചു. എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഇതിന്റെയൊക്കെ മുമ്പ് തെക്ക് ഭാഗത്തൊക്കെ നോക്കിയാൽ അവിടെ ആകെ 10-15 ആളുണ്ടാവും. അതിൽ KNM അവരാണ്, ISM അവരാണ്, MSM അവരാണ്, അല്ലാതെ വേർതിരിവ് ഉണ്ടാവാറില്ല. എന്താ ഇപ്രാവശ്യം എങ്ങനെ ഒരു സംഗതി? എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചുകൊണ്ട് അവർ അന്വേഷിച്ചു, കത്തയച്ചു. അതിന് ആ വക്കീൽ നോട്ടീസിന്റെ മറുപടിയായി അയച്ച കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ പത്തപ്പിരിയത്തുള്ള കാരണവന്മാർ വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ട ഒരു കാര്യമാണിത്. എന്താ മറുപടി കൊടുത്തതെന്നറിയോ? നോക്കൂ നിങ്ങൾ, KNMന്റെ ലെറ്റർ പേഡിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. KNMന്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചു കൊടുത്ത മറുപടിയിലെ അവസാന ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ വായിക്കാം. അതായത് യുവാക്കളെ എന്തുകൊണ്ട് പാനൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നതിന് കാരണം പറഞ്ഞത് എന്താ അറിയോ? യുവാക്കൾ മാതൃസംഘടനയിൽ അവരുടെ എണ്ണം വർദ്ധിച്ചാൽ സംഘടന തീവ്രവാദ ലോബികളുടെ പിടിയിൽ അമർന്നു പോകും എന്നതാണ്. ആലോചിച്ച് നോക്കണം. സ്വന്തം യുവാക്കളെ പറ്റി തീവ്രവാദ ആരോപണം വാക്കുകൊണ്ട് പറയുകയല്ല, ലെറ്റർ പേഡിൽ എഴുതി അയച്ചു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ വാചകം ഇങ്ങനെ വായിക്കാം: മാതൃസംഘടനയുടെ നേതൃത്വത്തിൽ മുതിർന്നവരെക്കാൾ കൂടുതൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും വന്നാൽ പക്വതയുള്ള നേതൃത്വത്തിന്റെ അഭാവം മൂലം സംഘടന തീവ്രവാദ ലോബികളുടെ സ്വാധീനത്തിൽ അമരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലക്കാണ് പാനൽ അവതരിപ്പിക്കുന്നത്. മുതിർന്നവരായിരിക്കണം എന്ന് ചേർക്കേണ്ടി വന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ആരോപിക്കാൻ ഒരു ഭാഗത്ത് പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് സലഫികൾ തീവ്രവാദികളാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് സ്വന്തം യുവജന സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ മാതൃസംഘടനയിൽ വന്നാൽ തീവ്രവാദ ലോബികളുടെ പിടിയിൽ പെട്ടുപോകുമെന്ന് ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കുന്നത് ആരാ? പ്രൊഫസർ P. അബ്ദു, മുഖ്യവരണാധികാരി. ആലോചിക്കുക. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഇലക്ഷനിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇലക്ഷൻ നടത്തിയത് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം കൊഴിഞ്ഞു പോകുമെന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരുപാട് പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി. മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ 140-ലധികം വരുന്ന ജില്ലാ കൗൺസിലർമാർ എതിർത്ത് വോട്ട് ചെയ്ത കമ്മിറ്റിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് സൗത്ത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ബഹളത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ഇന്നത് കോടതി വിധിച്ചിരിക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് നടന്നത് ശരിയല്ല എന്ന്.
കാസർഗോഡ് ജില്ലയിൽ പ്രശ്നങ്ങളുണ്ടായി, കണ്ണൂർ ജില്ലയിൽ പ്രശ്നങ്ങളുണ്ടായി, ചുങ്കത്തറയിൽ പ്രശ്നങ്ങളുണ്ടായി, വാഴക്കാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി. കാരണം എന്താ? CD ടവറിൽ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ ഏതൊക്കെ ജില്ലയിലുള്ളവരുണ്ടായിരുന്നോ ആ പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ കലാപത്തോടുകൂടി ഇലക്ഷൻ നടന്നു. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായി. സംസ്ഥാന തെരഞ്ഞെടുപ്പും ബഹളത്തോടു കൂടിയാണ് നടന്നത് എന്നെല്ലാം അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഇന്ന് നിലവിലുള്ള കമ്മിറ്റി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് അവർ ചെയ്തതെന്താ? അധികാരം ഉപയോഗിച്ച് ഇതിനെ പിളർത്താൻ പദ്ധതി തയ്യാറാക്കി എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണബദ്ധമായി ഇരുന്ന് ഉള്ളു തുറന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഈ വിഷയത്തിൽ രണ്ട് ചേരിയാക്കി മാറ്റാനുള്ള പദ്ധതികൾ അധികാരം ഉപയോഗിച്ച് തയ്യാറാക്കുകയാണ് പിന്നീട് ചെയ്തത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ പറയാം. ബഹുമാന്യനായ ഡോക്ടർ KK സക്കരിയ സ്വലാഹിക്കെതിരിൽ വന്ന നടപടി നോക്കൂ നിങ്ങൾ. ആ നടപടിയുടെ രീതി കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയും. എന്താ പ്ലാനിങ്? പുറത്താക്കാൻ വിഷയമല്ല, അതാ ഒന്നാമത്തെ വിഷയം. കാരണം റുക്കിയ ശറിയ നേരത്തെ തീരുമാനമായി പോയി. ഇനി എന്താ പുറത്താക്കാനുള്ള വിഷയം? അപ്പോഴാണ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ദുർബല ഹദീസ് പൊടി തട്ടിയെടുക്കുകയും അതിന്മേൽ ജബ്ബാർ മൗലവിയെ കൊണ്ട് ലേഖനം പ്രബന്ധം എഴുതിപ്പിക്കുകയും അടിയന്തരമായി ദൗറ സംഘടിപ്പിക്കുകയും അങ്ങനെ ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായിരുന്നു തന്ത്രമെന്നോ? അതിലേക്ക് സക്കരിയ സ്വലാഹിയെ വിളിക്കുകയും അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു രണ്ടഭിപ്രായമുണ്ടെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ അതൊരു പർവ്വതീകരിച്ച് തൗഹീദിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സക്കരിയ സ്വലാഹി അതിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയമല്ല അതിപ്പോ ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആ ദൗറയിൽ അദ്ദേഹം പോയില്ല. എന്നിട്ട് ആ ദൗറയിൽ പിന്നീട് ചർച്ച നടന്നു. അവസാനം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഹനീഫ് കായക്കൊടിയും ഫൈസൽ മൗലവിയും ചേർന്ന് തയ്യാറാക്കിയ പ്രബന്ധമാണ് ദൗറ അംഗീകരിച്ചത്. ആ ദൗറയുടെ തീരുമാനം എന്താ? അതിന്റെ ആകത്തുക ജിന്നിനോടുള്ള പ്രാർത്ഥന ശിർക്കാണ്, പ്രാർത്ഥനയാകുന്ന സഹായതേട്ടങ്ങളെല്ലാം ശിർക്കാണ്. എന്നാൽ ജിന്നിനോടുള്ള മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളുള്ള ചോദ്യമോ അതും ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിലേക്ക് വഴി കാണിക്കുന്നതാണ്.